ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ 25,000 PSC GK ക്വസ്റ്റ്യനിൽ നിന്നും 301 മുതൽ 400 വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, 1920 മൂക് നായക് എന്ന പത്രം ആരംഭിച്ചത്? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ തടവ് അനുഭവിക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യക്കാരൻ? സുരേന്ദ്രനാഥ് ബാനർജി. പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് തടവ് അനുഭവിക്കേണ്ടി വന്നത് സുരേന്ദ്രനാഥ് ബാനർജിക്ക്. നരേന്ദ്രനാഥ് ദത്ത എന്ന ബാല്യകാലനാമമുള്ള സ്വാമി വിവേകാനന്ദന് ആദ്യമിട്ട പേര്? വീരേശ്വർ ദത്ത. നരേന്ദ്രനാഥ് ദത്ത എന്ന ബാല്യകാലനാമമുള്ള സ്വാമി വിവേകാനന്ദന് ആദ്യം ഇട്ട പേരാണ് വീരേശ്വർ ദത്ത. പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതകൾ? കാദംബിനി ഗാംഗുലി, ആനന്ദിഭായി ജോഷി. പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളാണ് കാദംബിനി ഗാംഗുലിയും ആനന്ദിഭായി ജോഷിയും. അടുത്ത ചോദ്യം, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സ്പീക്കർ. ശ്രദ്ധിക്കണം, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കറാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദേവസമാജത്തിൻ്റെ സ്ഥാപകൻ? ശിവനാരായൺ അഗ്നിഹോത്രി. ദേവസമാജത്തിൻ്റെ സ്ഥാപകനാണ് ശിവനാരായൺ അഗ്നിഹോത്രി. വേദസമാജം സ്ഥാപിച്ചത്? ശ്രീധരലു നായിഡു. വേദസമാജം ശ്രീധരലു നായിഡു. ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ഐസക് ന്യൂട്ടൻ. ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി? വില്യം വെഡർബൻ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബൻ. അദ്ദേഹം 2 തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട്, 1889 1910. അപ്പോൾ 2 തവണ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ വിദേശിയും വില്യം വെഡർബനാണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ഐസക് ന്യൂട്ടൻ. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൻ ആണ്. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം? 1991. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷമാണ് 1991. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയുടെ ഭരണ തലസ്ഥാനം? പ്രിട്ടോറിയ. ദക്ഷിണാഫ്രിക്കയുടെ ഭരണ തലസ്ഥാനമാണ് പ്രിട്ടോറിയ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. സെൻസസ് 2011. വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏത് വർഷത്തിലാണ്? AD 1809 ജനുവരി 11. അടുത്ത ചോദ്യം, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ആദ്യമായി കേരളത്തിൽ അധികാരത്തിൽ വന്ന വർഷമാണ് 2004. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ആദ്യമായി കേരളത്തിൽ അധികാരത്തിൽ വന്ന വർഷം 2004. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്? നൗറു. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കാണ് നൗറു. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവ്? ജയപ്രകാശ് നാരായൺ. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവാണ് ജയപ്രകാശ് നാരായൺ. ചാന്ദ്വിക് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്ത്? ഹിമാചൽ പ്രദേശ്.
ചാന്ദ്വിക് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ചിത്രാലത കൊട്ടാരത്തിൽ താമസിക്കുന്നത് ഏത് രാജ്യത്തെ രാജകുടുംബമാണ്? തായ്ലൻഡ്. ചിത്രാലത കൊട്ടാരത്തിൽ താമസിക്കുന്നത് ഏത് രാജ്യത്തെ രാജകുടുംബമാണ്? തായ്ലൻഡ്. അടുത്ത ചോദ്യം. ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര? യുറാൽ. ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനം. ഹൈദരാബാദ് സ്ഥാപിച്ചത് ഖുലി കുത്തുബ് ഷാ. ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഏതൊക്കെ നദികൾ ചേർന്നാണ് ഗംഗ രൂപം കൊള്ളുന്നത്? അളകനന്ദയും ഭഗീരഥയും ചേർന്നാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ചേർന്നാണ് ഗംഗ രൂപം കൊള്ളുന്നത്. അടുത്ത ചോദ്യം. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിൽ. ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ആസ്റ്ററോയിഡ് ബെൽറ്റ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. ഗാന്ധിജി ആദ്യമായി ഭഗവത്ഗീത വായിച്ച വർഷം? 1889. പാൻഡനാൽ ചതുപ്പുനിലം ഏത് രാജ്യത്താണ്? ബ്രസീൽ. പാൻഡനാൽ, ബ്രസീൽ. സരോജിനി നായിഡു ജനിച്ച സ്ഥലം? ഹൈദരാബാദ്. കൊണാർക്ക് സൂര്യക്ഷേത്രം കണ്ടിട്ട് ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് പറഞ്ഞത് രബീന്ദ്രനാഥ് ടാഗോർ. കൊണാർക്ക് സൂര്യക്ഷേത്രം കണ്ടിട്ട് ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് പറഞ്ഞത് രബീന്ദ്രനാഥ് ടാഗോർ. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത മൗണ്ട് ആത്തോസ് ഏത് രാജ്യത്താണ്? ഗ്രീസ്. അപ്പോൾ ഗ്രീസിലുള്ള മൗണ്ട് ആത്തോസ് എന്ന പർവ്വതമാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത്. മഹാറാണി ഗുഹ ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. മഹാറാണി ഗുഹ, ഇന്തോനേഷ്യ. പ്രകാശത്തിനു നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസം? ഫോട്ടോട്രോപ്പിസം. പ്രകാശത്തിനു നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസമാണ് ഫോട്ടോട്രോപ്പിസം. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടിയ വ്യക്തി? ഷമ്മി കപൂർ. ഫിലിം സ്റ്റാർ, ഹിന്ദി സിനിമാ നടനായ ഷമ്മി കപൂറിനാണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റേതാണ്? ജപ്പാൻ. ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ജപ്പാൻ്റേതാണ്. ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ കൃത്രിമ വസ്തു? ലൂണ സെക്കൻഡ്. ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ കൃത്രിമ വസ്തുവാണ് ലൂണ സെക്കൻഡ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം? ഡമാസ്കസ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരമാണ് ഡമാസ്കസ്. ഭൂഗോളത്തിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ് വെല്ലിംഗ്ടൺ. ന്യൂസിലൻഡിലുള്ള വെല്ലിംഗ്ടൺ ആണ് ഭൂഗോളത്തിൽ ഏറ്റവും തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം. അടുത്ത ചോദ്യം. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്? ആറന്മുള വള്ളംകളി. ലോകത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ നഗരം? മൗണ്ട് ഈസ. ഓസ്ട്രേലിയയിലുള്ള മൗണ്ട് ഈസയാണ് ലോകത്തിൽ ഏറ്റവും വിസ്തീർണം കൂടിയ നഗരം. ദശാംശ സമ്പ്രദായം ആദ്യമായി ഉപയോഗിച്ചത്? ആര്യഭട്ടൻ. ദശാംശ സമ്പ്രദായം ആദ്യമായി ഉപയോഗിച്ചത് ആര്യഭട്ടൻ. ഗാന്ധിജി സ്വാതന്ത്ര്യ ദിനത്തിൽ ഗാന്ധിജി എവിടെയായിരുന്നു?
സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധിജി എവിടെയായിരുന്നു? ബംഗാളിൽ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി ബംഗാളിലായിരുന്നു. വെമ്പോലി നാട് വടക്കും കൂറെന്നും തെക്കും കൂറെന്നും രണ്ടായി പിരിഞ്ഞത് AD 1100. സസ്യലോകത്തിലെ മാംസ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം പയറുവർഗം. പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ. വേലുത്തമ്പിയുടെ ആത്മഹത്യ ഏത് വർഷത്തിൽ? AD 1809. മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ നദീതടം ആമസോൺ. ലോകത്തിൽ തന്നെ ഏറ്റവും വിസ്തൃതമായ നദീതടമാണ് ആമസോൺ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി അഗ്നിസാക്ഷി. 1977 അഗ്നിസാക്ഷിക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരം കൊൽക്കത്ത. ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. ഗീതാ ഗോവിന്ദം രചിച്ചത് ജയദേവൻ. ചുവന്ന നദിയുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അസം. ബ്രഹ്മപുത്ര നദിയാണ് ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത്. ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് ദി റോയൽ മാർച്ച്? സ്പെയിൻ. സ്പെയിൻ്റെ ദേശീയ ഗാനമാണ് ദി റോയൽ മാർച്ച്. ലോകത്തെ ആദ്യത്തെ സ്വാമി നാരായണ ക്ഷേത്രം എവിടെയാണ്? അഹമ്മദാബാദ്. സപുത്തര ഹിൽ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. സപുത്തര ഹിൽ സ്റ്റേഷൻ ഗുജറാത്ത്. രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്നത് എവിടെയാണ്? കരൾ. രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്നത് കരളിൽ വെച്ചാണ്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ കത്തോലിക്ക മതക്കാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കായ പിറോട്ടൻ എവിടെയാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ് പിറോട്ടൻ. അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജൽമഹൽ സ്ഥിതി ചെയ്യുന്ന മാൻസാഗർ തടാകം എവിടെയാണ്? ജയ്പൂർ. ജൽമഹൽ ജയ്പൂർ. ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്തൻ 1. വെടിമരുന്ന് കണ്ടുപിടിച്ച രാജ്യം ചൈന. ലോകത്തെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ഏത് രാജ്യത്ത് ആണ് സ്ഥാപിച്ചത്? ജർമ്മനി. കാജു ഫെനി എവിടത്തെ പ്രശസ്തമായ പാനീയമാണ്? ഗോവ. കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? രാജശേഖര വർമ്മ. കൊല്ലങ്കോടിൻ്റെ പഴയ പേര് വിഹായസപുരം. പാകിസ്ഥാൻ്റെ ദേശീയ നദി സിന്ധു. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. ഫുട്ബോളിൽ ഗോൾ പോസ്റ്റിലെ 2 പോസ്റ്റുകൾ തമ്മിലുള്ള അകലമാണ് 7.32 മീറ്റർ. 7.32 മീറ്ററാണ് ഫുട്ബോളിൽ ഗോൾ പോസ്റ്റിലെ 2 പോസ്റ്റുകൾ തമ്മിലുള്ള അകലം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദം. ഭരണഘടനയുടെ 80-ാം അനുച്ഛേദത്തിൽ പറഞ്ഞ പ്രകാരം രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു. അടുത്ത ചോദ്യം. പ്രശാന്തിയുടെ സമുദ്രം എവിടെയാണ്? ചന്ദ്രൻ. പ്രശസ്ത നോവലിസ്റ്റ് ആർതർ കെസ്റ്റ്ലർ ഏത് രാജ്യത്താണ് ജനിച്ചത്? ഹംഗറി. ഹംഗറിക്കാരനാണ് നോവലിസ്റ്റായ ആർതർ കെസ്റ്റ്ലർ. അവസാനത്തെ വിധി വരച്ചത്? മൈക്കലാഞ്ചലോ. അവസാനത്തെ വിധി എന്ന ചിത്രം വരച്ചത് മൈക്കലാഞ്ചലോ. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ല്യൂട്യൻസ്. റാവു ബഹാദൂർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ഒ ചന്തുമേനോൻ. LPG സിലിണ്ടറുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സഹജ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. LPG സിലിണ്ടറുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതിന്
കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സഹജ്. എൽ നിനോ എന്ന സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം ഉണ്ണിയേശു. ഏത് വിഭാഗത്തിൽപ്പെടുന്ന സാഹിത്യകൃതിയാണ് ഭാരത പര്യടനം? വിമർശനം. ഭാരത പര്യടനം എന്നത് ഒരു വിമർശനാത്മക സാഹിത്യ കൃതിയാണ്. കണ്ണുനീർത്തുള്ളി. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം, കണ്ണുനീർത്തുള്ളി എന്നത് ഒരു വിലാപകാവ്യമാണ്. അത് രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. മുംബൈ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അത് പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ. സമദർശി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? തിരുവനന്തപുരം. ഗാന്ധിയൻ ഇക്കണോമിക് തോട്ട്. ഗാന്ധിയൻ ഇക്കണോമിക് തോട്ട് എന്ന പുസ്തകം രചിച്ചത് JC കുമരപ്പ. സിദ്ദി സയ്യിദ് മോസ്ക് എവിടെയാണ്? അഹമ്മദാബാദ്. ഗിന്നസ് ബുക്കിലും സ്ഥാനം പിടിച്ച ഭാരതരത്ന ജേതാവ്. ലതാ മങ്കേഷ്കർ. സൂര്യൻ്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് ഫാക്കുലി. സൂര്യൻ്റെ ഉപരിതലത്തിൽ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേരാണ് ഫാക്കുലി. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകസഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങൾ ആകാം? 530. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകസഭയിലേക്ക് പരമാവധി 530 അംഗങ്ങൾ ആകാം. സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാനാണ് P. രാജഗോപാലാചാരി. ജമ്മു കശ്മീരിലെ ഏറ്റവും വലിയ തടാകമാണ് വൂളാർ. ജലവൈദ്യുതി ഉൽപാദനത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് ഇടുക്കി. ചൈന സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിച്ച വർഷം 2004. ലോകത്തിലെ ഏറ്റവും ചെറിയ സിറ്റി സ്റ്റേറ്റ് വത്തിക്കാൻ. ലോക പൈതൃക പട്ടികയുമായി ബന്ധപ്പെട്ട സംഘടന യുനെസ്കോ. യുനെസ്കോയാണ് ലോക പൈതൃക പട്ടികയുമായി ബന്ധപ്പെട്ട സംഘടന. ഗോൽക്കൊണ്ട രത്നഖനി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഗോൽക്കൊണ്ട രത്നഖനി. ഏതിൻ്റെ വളർത്തലിനാണ് ചിൽക്ക തടാകം പ്രസിദ്ധം? ചെമ്മീൻ. ചിൽക്ക തടാകത്തിൽ ധാരാളമായുള്ളത് ചെമ്മീനാണ്. ടൈഗർ എയർവേസ് ഏത് രാജ്യത്താണ്? സിംഗപ്പൂർ. ടൈഗർ എയർവേസ് സിംഗപ്പൂരിൻ്റേതാണ്. ലോകത്തിലെ ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന തടാകം ചാവുകടൽ. ലോകത്തിലെ ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചാവുകടൽ. ഗജഗാമിനി രചിച്ച ചിത്രകാരൻ MF ഹുസൈൻ. ഗജഗാമിനി രചിച്ചത് MF ഹുസൈനാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് കടമനിട്ട രാമകൃഷ്ണൻ. ജലന്ധർ ഏതിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? സ്പോർട്സ് സാമഗ്രികൾ. സ്പോർട്സ് സാമഗ്രികൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ജലന്ധർ. പെരുമ്പടപ്പ് സ്വരൂപം തിരുവഞ്ചിക്കുളത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റിയത് ഏത് വർഷത്തിലാണ്? AD 1405. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. അങ്ങനെ 301 മുതൽ 400 വരെയുള്ള 100 ചോദ്യങ്ങളോട് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. PSC എഴുതുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.